എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ന്യൂ ഇയർ ആയിട്ട് ഒരു സ്പെഷ്യലാണ്, ഞങ്ങളുടെ സ്പെഷ്യലാണ് അപ്പവും ബീഫ് കറിയും. അപ്പോൾ ഈ അപ്പമാണെങ്കിലും ബീഫാണെങ്കിലും കറിയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഉള്ളി ഇഞ്ചി ഒന്നും വഴറ്റി പൊടിയൊന്നും വഴറ്റി സമയം കളയണ്ട, എണ്ണയിൽ ചൂടായി എന്നുള്ളൊരു വിഷമം വേണ്ട. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ നമ്മളൊരു 1.5 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടതിൻ്റെ ശേഷം അതിനകത്തേക്ക് ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞു, പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൊത്തി അരിഞ്ഞിട്ടു കേട്ടോ. ഇനി ഇതിനകത്തേക്ക് പിന്നെ ഒരു ചെറിയൊരു തക്കാളി മുറിച്ചിട്ടു. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടല്ലോ, ഒത്തിരി മസാലയിലൊന്നും അല്ല കേട്ടോ ഇതുണ്ടാക്കണേ. 2 പച്ചമുളക് മുറിച്ചിട്ടു. ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്നുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം, നമുക്ക് മസാലപ്പൊടികൾ. അപ്പോൾ ആദ്യം ഞാൻ അതിനകത്തേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ബീഫ് മസാല ഇട്ടു കേട്ടോ 1 സ്പൂണ്, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ആയി. അപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്കുള്ള പൊടികളെല്ലാം ആയി. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പിടുക, നമ്മുടെ ബീഫിന് ആവശ്യമായ ഉപ്പിട്ടു. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ, ഇത് നല്ല മണമുണ്ട്, അപ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നന്നായിട്ടത് തിരുമ്മി എല്ലാം കൂടെ മിക്സാക്കണം. അപ്പോൾ നല്ലൊരു മണം, ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു സോഫ്റ്റായി കിട്ടി കേട്ടോ, എല്ലാ മസാലയും പിന്നെ ഒക്കെയും കൂടി കിടന്നിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/4 മുറി തേങ്ങാക്കൊത്ത് ഇട്ടു കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത്, അപ്പോൾ അവനാണ് തേങ്ങാക്കൊത്തിൻ്റെ ആൾ. അപ്പോൾ അവൻ തന്നെ അത് എല്ലാം എനിക്ക് തിരുമ്മി യോജിപ്പിച്ച് തന്നു മോൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബീഫ് അടുപ്പത്തിലേക്ക് വയ്ക്കാം. കുക്കറിലാവുമ്പോൾ നമുക്കൊരു 4-5 വിസിൽ വന്നാൽ ബീഫ് കറിയായി. ആ സമയം കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഇത് നമ്മുടെ ഈസ്റ്റേൺ പാലപ്പപ്പൊടി കേട്ടോ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പ് അത് അവർ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു നുള്ളു പഞ്ചസാരയും ഉപ്പിട്ടിട്ട് പിന്നെ മാവ് കൂട്ടി വെച്ചതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഇന്നലെ തന്നെ ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമായ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെ സമയമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഒരു പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ് അപ്പവും ബീഫ് കറി, പിന്നെ ചായ. നിങ്ങളൊക്കെ എന്തൊക്കെയാണോ ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ നിങ്ങളൊന്ന് പറയണേ. എല്ലാവർക്കും വ്യത്യസ്തമായ സ്പെഷ്യൽ കറികളൊക്കെ ആയിരിക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറയണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വർഷം എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.